CCC ഒരുക്കുന്ന NTSC ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാറ്റ് മെൻ്റൽ എബിലിറ്റി ടെസ്റ്റിലെ ചില ചോദ്യങ്ങളാണ്. 50 മുതൽ 75 വരെയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, ഈ മാറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ 90 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിലേക്ക് വരാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് എന്നെ ഞാൻ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സാജിദ് PK എന്നാണ്. ഞാൻ അരീക്കോട് സ്വദേശിയാണ്. 31 കൊല്ലം ഗവൺമെൻറ് ഹൈസ്കൂളിൽ ജോലി ചെയ്ത് പ്രധാന അധ്യാപകനായി വിരമിച്ചിട്ടുള്ള ആളാണ്. ഇത്തരം ക്ലാസ്സുകളിലൊക്കെ ഞാൻ മുമ്പും ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ NMMS ക്ലാസ്സുകൾ, അതുപോലെ PSC ടെസ്റ്റുകളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ സാറ്റും മാറ്റുമാണല്ലോ. സാറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ സ്കൂളുകളിൽ പഠിക്കുന്ന വിഷയങ്ങളാണ്. അത് സയൻസോ സാമൂഹ്യം മാത്തമാറ്റിക്സ് ഒക്കെ വരുന്നതാണ്. എന്നാൽ ഈ മാറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ സ്കൂളുകളിൽ പഠിക്കാത്ത, സ്കൂളിൽ മെൻ്റൽ എബിലിറ്റി ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊന്നും നിങ്ങൾ സാധാരണ പരിചയപ്പെടാറില്ല. എല്ലാ PSC ടെസ്റ്റുകൾക്കും, എല്ലാ തരം ടെസ്റ്റുകൾക്കും, UPSC ടെസ്റ്റുകൾക്കും ഒക്കെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും ഭാഗമാണ് ഈ മാറ്റ് എന്ന് പറയുന്നത്. മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് ഇല്ലാത്ത ഒരു PSC ടെസ്റ്റ് പോലും ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അത്രയും പ്രധാനപ്പെട്ടതാണ്. ഇത് വളരെ എളുപ്പവുമാണ്. ഈ ചോദ്യങ്ങൾ പരിചയപ്പെടുക എന്നുള്ളത് മാത്രമാണ് ഇതിൽ പ്രധാനപ്പെട്ടത്. ചോദ്യങ്ങൾ പരിചയപ്പെട്ടില്ലെങ്കിൽ വളരെ പ്രയാസകരമായി ഇതിൻ്റെ ഉത്തരം കണ്ടെത്താൻ. എന്നാൽ ഒരു 4-5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ പരിചയപ്പെടുകയാണെങ്കിൽ വളരെ എളുപ്പമായിട്ടുള്ള, സാധാരണ മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്നത് മാനസിക ശേഷി പരിശോധന എന്നാണ്. അപ്പോൾ നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളുടെ മാനസിക ശേഷി അളക്കുന്ന സാധാരണ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇതിലുണ്ടാവുക. അപ്പം നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് X and Y ഫ്രം ദ ഫിഗർ ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന ചിത്രത്തിൽ Xൻ്റെയും Yയുടെയും വില കാണുക. എന്താണ്? 4 ഓപ്ഷൻസ് 1, 2, 3, 4 ABCD എന്നല്ല, ശ്രദ്ധിക്കുക. 1, 2, 3, 4 എന്ന രൂപത്തിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാകും. അതിൽ ഒരു ഓപ്ഷൻ മാത്രമേ ശരിയായിരിക്കുകയുള്ളൂ. അതിൻ്റെ നമ്പർ ഒന്നാമത്തേതാണ് ശരിയെങ്കിൽ 1, 2 ആണെങ്കിൽ 2. അത് നമ്മൾ ബബിൾ ചെയ്യുക ആൻസർ ഷീറ്റിൽ. അപ്പോൾ ഇവിടെ ചിത്രം നിങ്ങൾക്ക് കയ്യിലുണ്ടാവും. ഇതിലുള്ള ഈ സംഖ്യകളൊക്കെ പരിശോധിച്ചാൽ ഇവിടെ 3 വൃത്തങ്ങളാണ്. ഒന്നാമത്തെ വൃത്തത്തിനകത്ത് സംഖ്യകളൊന്നുമില്ല. രണ്ടാമത്തെ വൃത്തത്തിനകത്ത് 8 സംഖ്യകൾ തന്നിരിക്കുന്നു, 7 സംഖ്യകൾ തന്നിരിക്കുന്നു. അതുപോലെ ഏറ്റവും പുറത്തെ വൃത്തത്തിനകത്ത് 7 സംഖ്യകളുണ്ട്. പക്ഷേ അതിൽ 5 എണ്ണം തന്നിട്ടുള്ളൂ. അതിൽ 2 എണ്ണമാണ് X ഉം Y ഉം. അതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതിലുള്ള സംഖ്യകൾ നോക്കുക. ഒരേ ഭാഗത്ത് വരുന്ന, രണ്ടാമത്തെ വൃത്തത്തിലും ഏറ്റവും പുറത്തുള്ള വൃത്തത്തിലും വരുന്ന ഒരേ കള്ളിയിൽ വരുന്ന സംഖ്യകൾ ഒന്ന് 5, 20 ആണ്. 5, 20. മറ്റൊന്ന് കാണുന്നത് 7, 42 ആണ്. മറ്റൊന്ന് 8X എന്നാണ്. 8X. ഈ Xൻ്റെ വിലയാണ് നമ്മൾ കാണേണ്ടത്. മറ്റൊന്ന് 9, 72. 972. അനദർ വൺ 11, 110. 11, 110. And the other one is Y 13. 13Y. 13Y. And the last one is 412. നമുക്ക് സൗകര്യത്തിന് വേണ്ടി 412 ആദ്യം എഴുതാം. അപ്പോൾ ഈ സംഖ്യകളൊക്കെ ഒന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. 4ഉം 12ഉം 4 and 12. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദം? ദ സെയിം റിലേഷൻ ബിറ്റ്വീൻ 5 and 20. അപ്പോൾ ഈ സംഖ്യകൾക്ക് ബ്രാക്കറ്റിൽ കൊടുത്ത ആദ്യ സംഖ്യയും രണ്ടാം സംഖ്യയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. എല്ലാ സെറ്റിലും ഒരേ റിലേഷനാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയും എന്താണ് ആ ബന്ധം എന്ന്. 4 into 3 is equal to 12. Similarly, 5 into 4 equal to 20. 7 into 6 അപ്പോൾ equal to 42. 9 into 8 equal to 72. 11 into 10 equal to 110. എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് നമ്പർ, ബ്രാക്കറ്റിലെ ഫസ്റ്റ് നമ്പർ X ആണെങ്കിൽ അതിനെ X into X minus 1 ആണ് നെക്സ്റ്റ് നമ്പറായിട്ട് ആ ബ്രാക്കറ്റിൽ വരുന്നത്.
അപ്പോൾ 4-ൽ നിന്ന് 1 കുറക്കുക, 4-നെ ആ 3 കൊണ്ട് 4 × 3, 5-നെ 5-ൽ നിന്ന് 1 കുറച്ച സംഖ്യ കൊണ്ട് ഗുണിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ എക്സ് എന്തായിരിക്കണം? ദിസ് എക്സ് ഷുഡ് ബി 8 × 7, that is equal to 56. And this y should be 13 × 13-ൽ നിന്ന് 13 - 1, that is 12. 13 × 12 is equal to 156. Therefore, x equal to 56, y equal to 156. ഈ ആൻസറുകളാണ് തന്നിരിക്കുന്നവയിൽ നമുക്കറിയാം. അതിൽ തേർഡ് ഓപ്ഷനാണ്, മൂന്നാമത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ. അതായത് x equal to 56, y is equal to 156. Next question is 52, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും 3-4 ചോദ്യങ്ങൾ ഈ ഇംഗ്ലീഷ് അക്ഷരങ്ങളെ ഒരു വാക്കിലെ അക്ഷരങ്ങളെ മറ്റൊരു കൂട്ടം അക്ഷരങ്ങളാക്കി കോഡ് ചെയ്യുന്നതുണ്ടാവും. അത് ധാരാളം ചോദ്യങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടാൽ മാത്രമേ, അത് പല ടൈപ്പ് വരും. ഏതൊക്കെ ടൈപ്പ് വരും എന്ന് നമുക്ക് മുഴുവൻ ടൈപ്പുകളും ഇത്തരം ക്ലാസ്സുകളിൽ നമുക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ 1-2 എക്സാമ്പിൾസ് പറഞ്ഞിട്ട് ബാക്കിയുള്ളത് നിങ്ങൾ സ്വയം പ്രാക്ടീസിലൂടെ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ എന്തായാലും മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അവസാനത്തെ പേജ് 1-2 പേജുകൾ നിങ്ങൾക്ക് റഫ് വർക്കിന് വേണ്ടിയുള്ളതായിരിക്കും. അപ്പോൾ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും മാറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അവസാനത്തെ 2 പേജുകളിൽ നിങ്ങൾ ഇത്തരം ചോദ്യങ്ങൾ എഴുതി വെക്കാൻ നിങ്ങൾ 2 കാര്യം ചെയ്യണം. ഒന്ന് A, B, C, Z വരെ എഴുതണം. മറ്റൊന്ന് Z, Y, X, A എന്നും തിരിച്ചെഴുതുമ്പോൾ. എന്നിട്ട് ഇതിൻ്റെ താഴെ 1, 2, 3, 26 വരെ എഴുതുക. ഇവിടെ 26, 25, 24, എയുടെ താഴെ 1 വരെ എഴുതും. ഇതിലുള്ള എല്ലാം എഴുതണം. ഇവിടെ എങ്ങനെ എഴുതിയാൽ പോരാ, കംപ്ലീറ്റ് എഴുതണം. ഇതൊക്കെ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരം ചോദ്യങ്ങൾ പെട്ടെന്ന് ഉത്തരം എഴുതാൻ പല ട്രിക്കുകളും അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ചിലപ്പോൾ A എന്നുള്ളതിനെ കോഡ് ചെയ്തിരിക്കുന്നത് Z-ലേക്കായിരിക്കും, B എന്നുള്ളതിനെ കോഡ് ചെയ്തിരിക്കുന്നത് Y-ലേക്കായിരിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇപ്പോൾ അത് കണ്ടെത്താൻ വളരെ എളുപ്പം. ഇതാണ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആ കോഡിംഗ് സിസ്റ്റം കാണാൻ കഴിയും. അപ്പോൾ അങ്ങനെ എഴുതുന്നത് ഇത്തരം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അത് ആ റഫ് പേജിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ എഴുതി വെക്കുന്നത് നിങ്ങൾ സമയം ലാഭിക്കാൻ വളരെ ഉപകാരപ്രദം ആയിരിക്കും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക. എന്താണ് വാക്ക്, വാട്ട് ഈസ് ദ വേർഡ് ആൻഡ് വാട്ട് ഈസ് ഇറ്റ്സ് കോഡ്, അതാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ഇവിടെ കൺട്രി എന്നുള്ളതാണ് കോഡ് ചെയ്തിരിക്കുന്നത്, CAUNTRY. അപ്പോൾ ഇതിൻ്റെ കോഡിങ് നേരെ അതിൻ്റെ താഴെ തന്നെ നമ്മൾ എഴുതി വെക്കുക. അതിന് തന്നിരിക്കുന്ന കോഡിംഗ് ആണ് ZSUOVPED. ഇങ്ങനെയാണ് കോഡിങ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഫസ്റ്റ് ലെറ്റർ ഈസ് C, പക്ഷേ കോഡ് ഇവിടെ Z ആണ്. OS ഒരു റിലേഷൻ കാണുന്നില്ല. പക്ഷേ ഇത് ഇങ്ങനെ ഒന്ന് അതായത് ഇവിടെ തുടങ്ങുന്ന C അതിൻ്റെ കോഡ് ഇങ്ങോട്ട് മാറ്റി നോക്കൂ. C എന്നുള്ളത് Dയിലേക്ക് കോഡ് ചെയ്യും. അങ്ങനെ ഇതിലെ ഫസ്റ്റ് ലെറ്റർ, കൺട്രി എന്ന വാക്കിലെ ഫസ്റ്റ് ലെറ്റർ അതിൻ്റെ കോഡിലെ ലാസ്റ്റ് ലെറ്ററിലേക്ക് കോഡ് ചെയ്ത് നോക്കൂ. O എന്നുള്ളത് ഇയിലേക്ക്, ZSUVP ഇവിടെ ഇ ഇല്ല, VPD എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ C എന്നുള്ളത് ഡിയിലേക്ക് കോഡ് ചെയ്തു, O എന്നുള്ളത് പിയിലേക്ക് കോഡ് ചെയ്തു, U എന്നുള്ളത് വിയിലേക്ക് കോഡ് ചെയ്തു, N എന്നുള്ളത് ഒയിലേക്ക് കോഡ് ചെയ്തു, T എന്നുള്ളത് യുയിലേക്ക് കോഡ് ചെയ്തു, R എന്നുള്ളത് എസ്സിലേക്ക് കോഡ് ചെയ്തു, Y എന്നുള്ളത് സെഡിലേക്ക് കോഡ് ചെയ്തു. അപ്പോൾ എന്താണ് അവിടെ എന്ത് കോഡിംഗ് ആണ് വന്നതെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് തിരിച്ചിട്ടിട്ട് എന്ത് ചെയ്തു, C എന്നുള്ളത് തേർഡ് ലെറ്റർ, C+1 ആണ് D. അതുപോലെ O എന്നുള്ളത് O+1 ആണ് P. U ഇംഗ്ലീഷ് ആൽഫബറ്റിൽ O കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെറ്റർ ആണല്ലോ P, അതിന് O+1 എന്ന് പറയും. U+1 ഈസ് V, UV. N+1 ഈസ് O. T+1 ഈസ് U, T കഴിഞ്ഞിട്ടാണല്ലോ U.
അല്ലേ? r+1 ഈസ് എസ് ആൻഡ് y+1 ഈസ് സെറ്റ്. അപ്പോൾ അതാണ് കോഡിങ് എന്ന് മനസ്സിലാക്കി. അപ്പോൾ എന്താണ് ചെയ്യാനുള്ളത്? തിരിച്ചെഴുതുക, അക്ഷരങ്ങളെ തിരിച്ചെഴുതി +1 കോഡ് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ? എന്താണ്? വാട്ട് ഈസ് ദ കോഡ് ഓഫ് ടീച്ചർ? ടീച്ചർ എന്നുള്ള വാക്കിൻ്റെ കോഡിങ്. അപ്പോൾ എന്ത് ചെയ്യണം? ടി എന്നുള്ളതിൻ്റെ കോഡ് ഇവിടെ ലാസ്റ്റിൽ ചെയ്യണം. +1 t+1. വാട്ട് ഈസ് t+1? അതുകൊണ്ട് ABCD ഞാൻ എഴുതി വെക്കണം എന്ന് പറഞ്ഞില്ലേ? ടി കഴിഞ്ഞാൽ അടുത്തത് യു, പിന്നെ ഇ, പിന്നെ ഇങ്ങനെ e+1 ഈസ് ഈക്വൽ ടു വാട്ട് ഈസ് e+1? എഫ്. e+1 a+1 b, c+1 d, h+1 i, e+1 f, r+1 s. അപ്പോൾ ആ കോഡാണ്. ആ കോഡ് എന്താണ്? SFIDBFU. ആ കോഡ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ തന്നിരിക്കുന്നത് ഏതാണ്? അത് 4ാമത്തെ ഓപ്ഷൻ, 4th one ആണ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന 4th ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ ഇത് ചിലപ്പോൾ ഇത് മുഴുവൻ ചെയ്യേണ്ട ആവശ്യം വരില്ല. ഇവിടെ അവസാനത്തെ BFU എന്ന് കിട്ടുമ്പോൾ നമ്മൾ സമയം ലാഭിക്കാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറയുന്നത്. BFU എന്ന് വന്ന് ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ 4 ഓപ്ഷനിലേക്ക് നോക്കുക. BFU വന്നിട്ടുള്ള അവസാനം BFU വന്നിട്ടുള്ള ഓപ്ഷൻസ് ഇതിലില്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ മാത്രം നിർത്തിയിട്ട് ബാക്കി കാണേണ്ട ആവശ്യം തന്നെ ഇല്ല. ഈ ലാസ്റ്റിൽ BFU വന്നിട്ടുള്ള ഓപ്ഷൻ ഏതാണോ എന്ന് നോക്കി ഉടനെ തന്നെ നമുക്ക് ആ 4 നമുക്ക് ടിക്ക് ചെയ്യാൻ കഴിയും. ബാക്കിയുള്ള 4 അക്ഷരങ്ങളുടെയും കോഡ് എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ സമയം ലാഭിക്കുന്നത് അങ്ങനെയൊക്കെയാണ് എക്സ്പീരിയൻസിലൂടെ. കാരണം BFU ഉള്ളത് വേറെ ഉണ്ടെങ്കിൽ അടുത്തതും കൂടി നോക്കേണ്ടി വരും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഈ കോഡിങ്ങിൻ്റെ ഒരു രൂപം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 53. വാട്ട് നമ്പർ ഷുഡ് റീപ്ലേസ് ദ ക്വസ്റ്റ്യൻ മാർക്ക്? അപ്പോൾ ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിലുണ്ട്. ഇവിടെ നേരത്തെ 51st ക്വസ്റ്റ്യൻ്റെ അതുപോലെ തന്നെ ഇവിടെ 2 വൃത്തങ്ങളാണ്, 2 സർക്കിൾസ്. ഇന്നർ സർക്കിളിൽ 8 നമ്പേഴ്സും ഔട്ടർ സർക്കിളിൽ 8 നമ്പേഴ്സും ഉണ്ട്. അതിന് പുറമെ ഇതിൻ്റെയൊക്കെ ഈ സർക്കിളിനെ 8 ഭാഗങ്ങളായിട്ട് ഭാഗിച്ചിട്ട് അതിൻ്റെ പുറത്തുള്ള പിന്നെ ചെറിയ ചെറിയ വൃത്തങ്ങളിൽ സ്മോൾ സർക്കിൾസിലും ചില നമ്പറുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു നമ്പറിന് പകരം 8 നമ്പറിൽ ഒരു നമ്പർ ക്വസ്റ്റ്യൻ മാർക്കാണ്. ആ ക്വസ്റ്റ്യൻ മാർക്കുള്ള നമ്പർ എന്താണ്? അപ്പോൾ ഇന്നർ ആയിട്ട് എഴുതിയിട്ടുള്ള സംഖ്യകളുമായിട്ട് ബന്ധം ഉള്ള ഒരു സംഖ്യയാണ് ഔട്ടർ നമ്പറിൽ സ്മോൾ സർക്കിളിലുള്ളത്. അത് എന്താണ് ആ ബന്ധം? വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദി ഇന്നർ സർക്കിൾ നമ്പേഴ്സ് ആൻഡ് ദി ഔട്ടർ സർക്കിൾ നമ്പർ എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ അത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ കൂടുതൽ സംഖ്യകളുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ആലോചിക്കേണ്ട സംഖ്യ, പ്രത്യേകിച്ച് കണക്കുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത സംഖ്യ ഏത്, അല്ലെങ്കിൽ പിന്നെ കുറേ കള്ളിയിൽ ഇതുപോലെയുള്ള സംഖ്യകൾ നിന്നിട്ട് ഒഴിഞ്ഞിരിക്കുന്ന കളത്തിലെ സംഖ്യ ഏത് എന്നൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് ആലോചിക്കേണ്ടി വരും. ചില ചോദ്യങ്ങൾ 3-4 മിനിറ്റ് ആലോചിക്കേണ്ടി വരും. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഉടനെ ആൻസർ ചെയ്യരുത്. കൂടുതൽ ആലോചിക്കാനുള്ള ചോദ്യങ്ങൾ നിങ്ങൾ അവസാനത്തേക്ക് വെക്കുക. പെട്ടെന്ന് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ക്വസ്റ്റ്യൻസും വായിക്കുക. ആ ചില ക്വസ്റ്റ്യൻ ചെയ്യാൻ കുറച്ച് ആലോചിച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം? അവസാനത്തിലേക്ക് മാറ്റുക. എളുപ്പമുള്ള ചോദ്യങ്ങൾ 1 to 90, 1 മുതൽ 90 വരെയുള്ള ചോദ്യങ്ങൾ 1, 2, 3 ഇങ്ങനെ വായിക്കുക. അതിൽ എളുപ്പമുള്ളത് ആദ്യം ആൻസർ ചെയ്യുക. അപ്പോൾ പെട്ടെന്ന് കിട്ടുന്ന ആൻസറുകൾ ഉണ്ടാവും. അതൊക്കെ നമ്മൾ ചെയ്ത ശേഷം മാത്രമേ ഇങ്ങനെ ആലോചിക്കാനുള്ള ഇപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ ഈ 53rd ക്വസ്റ്റ്യൻ തന്നെ എനിക്ക് തന്നെ ഉത്തരം കിട്ടണമെങ്കിൽ ഞാൻ കുറച്ചൊന്ന് ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ ചിലത് പെട്ടെന്ന് കിട്ടും, ചിലത് പിന്നെ 51st 51ാമത്തെ കുറച്ച് എളുപ്പമായിരുന്നു. പക്ഷേ ഇത് അത്ര എളുപ്പമല്ല. ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ധാരാളം ചോദ്യങ്ങൾ മനസ്സിലാക്കുക. പിന്നെ മറ്റൊന്ന് ചെയ്യാനുള്ളത്, ഇത് അവസാനത്തേക്ക് മാറ്റിവെക്കാൻ വീണ്ടും പറയുകയാണ്. കൂടുതൽ ആലോചിക്കാനുള്ള ചോദ്യങ്ങൾ അവസാനം, എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്ത ശേഷം നമുക്ക് ആലോചിക്കാനുള്ള എല്ലാ ചോദ്യങ്ങൾക്കും 1 മാർക്ക് തന്നെയാണല്ലോ. എളുപ്പമുള്ള ചോദ്യത്തിന് 1 മാർക്കാണ്, ബുദ്ധിമുട്ടുള്ള ചോദ്യത്തിന് 1 മാർക്കാണ്. അപ്പോൾ എളുപ്പമുള്ള ചോദ്യങ്ങളെല്ലാം ആദ്യം ആൻസർ ചെയ്യുക. നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കണം. അവസാനം കൂടുതൽ ആലോചിക്കേണ്ടതായിട്ടുള്ള ചോദ്യങ്ങൾ അവസാനം ഞാൻ കിട്ടിയിട്ടില്ലെങ്കിലും മറ്റുള്ളതിനൊക്കെ സമയം കിട്ടിയല്ലോ. നേരെ മറിച്ച് ഒരു ചോദ്യത്തിന് വേണ്ടി നമ്മൾ 10 മിനിറ്റ് കളഞ്ഞു, അതിനൊരു ഉത്തരം കിട്ടിയാലും പിന്നെ സമയം കിട്ടാതെ പോകരുത്. 8 ചോദ്യങ്ങൾ അറിയാവുന്ന 8 ചോദ്യങ്ങൾ എനിക്ക് പോയി, അതിനുവേണ്ടി ഞാൻ 1 മാർക്കിന് വേണ്ടി 10 മിനിറ്റ് കളഞ്ഞു എന്ന് പിന്നീട് ഖേദിക്കേണ്ടി വരരുത്.
അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കാനുള്ള ഇതിലെ ആൻസർ ഞാൻ പറയാം. ഇതിൽ 16 ഇതിൻ്റെ ആൻസറിങ് സിസ്റ്റം ഇതാണ്. ഇപ്പോൾ 14 എന്ന് കണ്ടല്ലോ, 14 എന്ന് ഏറ്റവും ടോപ്പിലുള്ള സർക്കിളിൽ കാണാം. അത് അതിൻ്റെ ഉള്ളിലുള്ള പിന്നെ സർക്കിളിൻ്റെ ഇങ്ങനെയുള്ളതിൽ ഈ 14 വന്നിരിക്കുന്നത് ഇവിടെയാണ്. 14 വന്നത്, ഈ 14 ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 20 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്. ഈ 20-ൽ നിന്ന് 5 കുറച്ച് 15, അതിലേക്ക് 1 കൂട്ടും. അതാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. 20 - 5 ദിസ് ഈസ് 20 - 5 + 1 = 14. ഇവിടെ വന്നിരിക്കുന്നത് 12 ആണ് അല്ലേ? ഈ 12 കിട്ടിയിരിക്കുന്നത് 13(2) എന്നാണ്. അപ്പോൾ ഈ 12 കിട്ടിയിരിക്കുന്നത് 13 - 2 + 1 ആണ്. അതാണ് 12. അതുപോലെ ഇവിടെ 11 ആണ്. ഈ 11 വന്നിരിക്കുന്നത് ഇവിടെ 13-ഉം 3-ഉം ആണ്. അപ്പോൾ 13 - 3 + 1 ആണ് 11. 13 - 3 + 1 11. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതോ അതുപോലെ 12 ആണ്. ഈ 12 കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? 12 കിട്ടിയത് 17 - 6 + 1. 17 - 6 = 11 + 1 = 12. അപ്പോൾ ഇവിടെ റിലേഷൻ ഇതാണ്. ഈ ഔട്ടർ നമ്പറിൽ നിന്ന് ഇന്നർ നമ്പർ സബ്ട്രാക്ട് ചെയ്യുക, കുറയ്ക്കുക, എന്നിട്ട് +1 ആഡ് ചെയ്യുക. അതായിരിക്കും ഈ ഔട്ടർ സർക്കിളിലുള്ള ഈ ചെറിയ സ്മോളർ സർക്കിളിലുള്ള നമ്പർ. അങ്ങനെ നോക്കുമ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ഉള്ളത് 18 ആണ്. 18 ആകുമ്പോൾ ഇവിടെ ഉള്ളത് 19 - 2 + 1 ആണ് 18. അപ്പോൾ ഇവിടെ ഉള്ള ഈ നമ്പറാണ്, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് നമ്പർ? ഇതാണ് ക്വസ്റ്റ്യൻ. ഈ നമ്പർ എന്തായിരിക്കും? അപ്പോൾ ഇത് നോക്കുക. ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പർ 16(4) ആണ്. 16(4). അപ്പോൾ ദിസ് നമ്പർ ഷുഡ് ബി 16 - 4 + 1. ദാറ്റ് ഈസ് 12 + 1 = 13. അപ്പോൾ 13 ആണ് അവിടെ വരേണ്ടത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തേർഡ് ഓപ്ഷനാണ്, മൂന്നാമത്തെ ഓപ്ഷനാണ് ആൻസർ കറക്റ്റ്. അങ്ങനെയാണ് അത്. അപ്പോൾ ഇതിൽ കുറച്ചൊന്ന് പല നിലക്കും നമുക്ക് പെട്ടെന്ന് കിട്ടില്ല, കുറേ നിലക്ക് ആലോചിക്കുമ്പോഴാണ് അത് കിട്ടുള്ളൂ. അപ്പോൾ അത്തരം ചോദ്യങ്ങൾ അവസാനത്തിലേക്ക് നമ്മൾ മാറ്റിവെക്കുക. ഇത്തരം കിട്ടിയെങ്കിൽ ചിലപ്പോൾ കൂടുതൽ ആലോചിച്ചാൽ കിട്ടും, പക്ഷേ അത് അവസാനത്തിലേക്ക് മാറ്റിവെക്കുകയാണ് ഏറ്റവും നല്ലത്. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അത് ശ്രദ്ധയോടെ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ ആദ്യം ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ വളരെ കൺഫ്യൂഷൻ തോന്നും. പക്ഷേ അത് ശ്രദ്ധിച്ച് ആ വായിക്കുന്നതൊക്കെ അതേസമയം രേഖപ്പെടുത്തി വെച്ചാൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം വളരെ പെട്ടെന്ന്. ഇത് 1 2 3 4 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 5 മാർക്കിൻ്റെ ഒരൊറ്റ ചോദ്യമാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമ്മൾ അതിൻ്റെ ആ സീക്വൻസ് മനസ്സിലാക്കിയാൽ, എന്താണ് പറയുന്നത് മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് അതിനൊരു പട്ടിക ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ 5 ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് 54 to 58 ആണ് ഇവിടെ വരുന്നത്. A, B, C, D, E, F and G are 7 teachers. Each one teaches എന്നാണ്, ടീച്ചർ എന്നല്ല. ഈച്ച് വൺ അത് തെറ്റാണ്. അതിൽ ഈച്ച് വൺ ടീച്ചസ് ഓൺലി വൺ ആൻഡ് ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഫ്രം എമംഗ് കൊങ്കിണി, ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ്, മണിപ്പൂരി, തമിഴ് ആൻഡ് കന്നഡ ഓൺ ഡിഫറെൻറ്റ് ഡേയ്സ് ഓഫ് എ വീക്ക്. സി ടീച്ചേഴ്സ്. അപ്പോൾ 7 ടീച്ചർമാരാണ്. A, B, C, D, E, F. അപ്പോൾ അതിവിടെ എഴുതുക A, B, C, D, E, F ആൻഡ് G. ഇത് ടീച്ചേഴ്സാണ് എന്ന് വിചാരിക്കും. ദെൻ 7 ടീച്ചേഴ്സ്. ഈച്ച് വൺ ടീച്ചസ് ഓൺലി വൺ ആൻഡ് ഡിഫറെൻറ്റ് ലാംഗ്വേജ് ഫ്രം കൊങ്കിണി. അപ്പോൾ 7 ലാംഗ്വേജ് ഉണ്ട്. കൊങ്കിണി മുതൽ ഇവിടെ കന്നഡ വരെയുള്ള 7 ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഇവർ പഠിപ്പിക്കുന്നു. അത് പഠിപ്പിക്കുന്നതൊക്കെ ഇപ്പോൾ ഈ ഒരാഴ്ചയിലെ 7 ഡേയ്സിൽ ഡിഫറെൻറ്റ് ഡേയ്സിലാണ് പഠിപ്പിക്കുന്നത്. ഒരു ടീച്ചറും സെയിം ഡേയ്സിലും അല്ലെങ്കിൽ സെയിം ലാംഗ്വേജും പഠിക്കുന്നത്. ഈ 7 ടീച്ചർമാരും വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത ആഴ്ചകളിലുമാണ് പഠിപ്പിക്കുന്നതെന്ന് മനസ്സിലാക്കുക. സി ടീച്ചേഴ്സ് മലയാളം ഓൺ ഫ്രൈഡേ. അപ്പോൾ സീൻ്റെ നേരെ മലയാളം എന്നെഴുതുക, നേരെ ഫ്രൈഡേ എന്ന്. ഇത്
ഇത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ അവസാന പേജിൽ ഒരു റഫ് വർക്കുകൾ ചെയ്യാനുള്ള ഒരു ഷീറ്റ്, ഒരു പേജ്, 1-2 പേജ് ഉണ്ടാവും. അതിൽ ഇങ്ങനെ എഴുതി വെക്കും: സി മലയാളം ഫ്രൈഡേ. ദെൻ സി ടീച്ചേഴ്സ് മലയാളം ഓൺ ഫ്രൈഡേ. ബി ടീച്ചേഴ്സ് കൊങ്കിണി ഓൺ ദ നെക്സ്റ്റ് ഡേ ഓഫ് ദി ഡേ ഓൺ വിച്ച് ദ കൺസേൺ ടീച്ചർ ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആ ടീച്ചർ ഏത് ആഴ്ചയിലാണോ ആ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് അതിൻ്റെ നെക്സ്റ്റ് ആയിട്ടില്ല. അപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് തിങ്കളാണെങ്കിൽ ചൊവ്വാഴ്ച ട്യൂസ്ഡേ ആയിരിക്കും ഈ ബി എന്ന് പറയുന്ന ടീച്ചർ കൊങ്കിണി പഠിപ്പിക്കുന്നത്. അപ്പോൾ ബി എന്ന് പറയുന്ന ടീച്ചർ പഠിപ്പിക്കുന്നത് കൊങ്കിണിയാണ്. അത് ഏത് ഡേ ആണെന്ന് മനസ്സിലാകണമെങ്കിൽ പിന്നെ എന്ത് വേണം? ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചർ ഏത് ഡേയിലാണ് അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ അത് നമ്മൾ കണ്ടെത്തിയിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്നത് കണ്ടെത്തിയ ശേഷമേ ഇവിടെ നമുക്ക് പൂരിപ്പിക്കാൻ കഴിയുള്ളൂ, ഇപ്പോൾ എഴുതാൻ കഴിയില്ല. അപ്പോൾ സി ടീച്ചേഴ്സ് മലയാളം ഓൺ ഫ്രൈഡേ അത് നമ്മൾ എഴുതി. അതുപോലെ തന്നെ ബി ടീച്ചേഴ്സ് കൊങ്കിണി ഓൺ ദ നെക്സ്റ്റ് ഡേ ഓഫ് ദ ഡേ ഓൺ വിച്ച് ദ കൺസേൺ ടീച്ചർ ടീച്ചേഴ്സ് ഇംഗ്ലീഷ് അവിടെ നിൽക്കട്ടെ. ഇനി ഇംഗ്ലീഷ് ടീച്ചർക്ക് കിട്ടിയിട്ട് ശേഷം അത് എഴുതാം. എഫ് ടീച്ചേഴ്സ് ഓൺ തേഴ്സ്ഡേ. എഫ് ടീച്ചേഴ്സ് ഓൺ തേഴ്സ്ഡേ. അപ്പോൾ എഫിൻ്റെ സബ്ജക്റ്റ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല, ലാംഗ്വേജ് പറഞ്ഞിട്ടില്ല. പക്ഷേ എഫ് ടീച്ചേഴ്സ് ഓൺ തേഴ്സ്ഡേ എന്ന് നമുക്കറിയാം. പിന്നെ ബട്ട് നീദർ ടീച്ചേഴ്സ് ഹിന്ദി നോർ ഇംഗ്ലീഷ്. അപ്പോൾ ഹിന്ദിയും ഇംഗ്ലീഷും ഇവിടെ പഠിപ്പിക്കുന്നില്ല. നോ ഹിന്ദി ഓർ ഇംഗ്ലീഷ്. അപ്പോൾ ഹിന്ദിയും ഇംഗ്ലീഷും പഠിപ്പിക്കുന്നില്ല. കൊങ്കിണിയും മലയാളം വേറെ 2 ടീച്ചേഴ്സും പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എഫ് പഠിപ്പിക്കുന്നത് പിന്നെ ഏതൊക്കെയായിരിക്കും സാധ്യത? എഫ് പഠിപ്പിക്കാനുള്ള സാധ്യത പിന്നെ ഈ 4 അല്ലാത്ത കൊങ്കിണിയും മലയാളവും ഹിന്ദിയും ഇംഗ്ലീഷും അല്ലാത്ത മണിപ്പൂരി, തമിഴ് ഓർ കന്നഡ അതിലേതെങ്കിലും ഒന്നായിരിക്കും. ഒന്നുകിൽ മണിപ്പൂരി ആയിരിക്കും, അല്ലെങ്കിൽ തമിഴായിരിക്കും, അല്ലെങ്കിൽ കന്നഡയായിരിക്കും. അത് ഏതാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, അത് നോക്കാം ബാക്കിയുള്ളത് വായിച്ചിട്ട്. ഇതിൽ 3-ൽ ഏതെങ്കിലും ഒന്നാണ് എഫ് ടീച്ച് ചെയ്യുക. എഫ് ടീച്ചേഴ്സ് ഓൺ തേഴ്സ്ഡേ ബട്ട് നെയ്തർ ടീച്ചേഴ്സ് ഹിന്ദി ഓർ ഇംഗ്ലീഷ്. ഡി ടീച്ചേഴ്സ് തമിഴ് ഓൺ ദ പ്രീവിയസ് ഡേ ഓൺ വിച്ച് ഡേ എഫ് ടീച്ചേഴ്സ്. ഡി തമിഴാണ്, അപ്പോൾ ഡിയുടേത് തമിഴ്. അപ്പോൾ ഈ ഡി തമിഴായതുകൊണ്ട് ഈ എഫിൻ്റെ ഭാഗത്തു നിന്ന് തമിഴ് നമുക്ക് മായ്ച്ച് കളയാം. ഡി ടീച്ചേഴ്സ് തമിഴ് ഓൺ ദ പ്രീവിയസ് ഡേ ഓൺ വിച്ച് ഡേ എഫ് ടീച്ചേഴ്സ്. എഫ് ടീച്ച് ചെയ്യുന്നതിൻ്റെ പ്രീവിയസ് ഡേ ആണ്. എഫ് ടീച്ച് ചെയ്യുന്നത് തേഴ്സ്ഡേ ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ഡേ എന്ന് പറഞ്ഞാൽ വെനസ്ഡേ. അപ്പോൾ ഡി ടീച്ചേഴ്സ് തമിഴ് ഓൺ വെനസ്ഡേ. ഇപ്പോൾ ഡി ടീച്ചേഴ്സ് ഇന്ന് നമുക്ക് ഇന്ന് കിട്ടും. ഡി ടീച്ചേഴ്സ് തമിഴ് ഓൺ ദ പ്രീവിയസ് ഡേ ഓൺ വിച്ച് ഡേ എഫ് ടീച്ചേഴ്സ് തേഴ്സ്ഡേ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രീവിയസ് ഡേ വെനസ്ഡേ. ഡി ടീച്ചേഴ്സ് തമിഴ് ഓൺ വെനസ്ഡേ. എ ടീച്ചേഴ്സ് കന്നഡ ഓൺ ട്യൂസ്ഡേ. എ ടീച്ചേഴ്സ് കന്നഡ ഓൺ ട്യൂസ്ഡേ. അപ്പോൾ ഇവിടെ നിന്ന് കന്നഡയും നമ്മൾ മായ്ച്ച് കളഞ്ഞു. അപ്പോൾ എഫിന് പിന്നെ എന്താണ്? അപ്പോൾ എഫ് മണിപ്പൂരി ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എഫ് ടീച്ചേഴ്സ് മണിപ്പൂരി. ഇനി കിട്ടേണ്ടത് ഇയും ജിയും ഒക്കെയാണ്. എ ടീച്ചേഴ്സ് കന്നഡ ഓൺ ട്യൂസ്ഡേ. ജി ടീച്ചേഴ്സ് ഓൺ ദ നെക്സ്റ്റ് ഡേ ഓഫ് ദ ഡേ ഓൺ വിച്ച് ദ കൺസേൺ ടീച്ചേഴ്സ് മലയാളം. അപ്പോൾ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചർ ആ ദിവസത്തിൻ്റെ പിറ്റേ ദിവസമാണ് ജി പഠിപ്പിക്കുന്നത്. അപ്പോൾ മലയാളം പഠിപ്പിക്കുന്നത് ഏത് ദിവസമാണ്? ഫ്രൈഡേ ആണ്. അപ്പോൾ ജി സാറ്റർഡേ ആണ്. ജി ഫ്രൈഡേൻ്റെ നെക്സ്റ്റ് ഡേ സാറ്റർഡേ ആണല്ലോ. സാറ്റർഡേ ആണ്. കാണുന്നില്ലെങ്കിൽ ഇവിടെ എഴുതും. ജി സാറ്റർഡേ ആണ്. സാറ്റർഡേ സബ്ജക്റ്റ് പറഞ്ഞിട്ടില്ല. സാറ്റർഡേ. ജി ടീച്ചേഴ്സ് ഓൺ ദ നെക്സ്റ്റ് ഡേ ഓഫ് ദ ഡേ ഓൺ വിച്ച് ദ കൺസേൺ ടീച്ചർ ടീച്ചേഴ്സ് മലയാളം. മലയാളം പഠിപ്പിക്കുന്ന ടീച്ചർ ഏതാഴ്ചയാണോ അതിൻ്റെ പിറ്റേ ദിവസമാണ് ജി പഠിപ്പിക്കുന്നത്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ഡസ് നോട്ട് ടീച്ച് ഇംഗ്ലീഷ്. ഈ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ഇംഗ്ലീഷ് അല്ലാത്ത പിന്നെ ഇതിൽ ഏതാണുള്ളത്? അപ്പോൾ ഹിന്ദിയാണ്. അപ്പോൾ ഇംഗ്ലീഷ് അല്ലാത്തത് ഹിന്ദിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ടീച്ചർ ഇംഗ്ലീഷായി. അപ്പോൾ ഇതിലേതെങ്കിലും ആഴ്ച ഇനി ബാക്കിയുണ്ടോ? ഇവിടെ ഇത് ബാക്കിയുണ്ട്. അപ്പോൾ ട്യൂസ്ഡേ ഏതൊക്കെയുണ്ട്? മൺഡേ,
മൺഡേ ഇതിൽ വന്നിട്ടില്ല, അപ്പോൾ മൺഡേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആൻസറുകൾ ഇതിൽ വരുന്നത്. അപ്പോൾ കന്നഡ ട്യൂസ്ഡേ ആണ്. എ എന്ന ടീച്ചർ കന്നഡ ചൊവ്വാഴ്ച പഠിപ്പിക്കുന്നു. ബി എന്ന ടീച്ചർ കൊങ്കിണി ഞായറാഴ്ച ബി എന്ന ടീച്ചർ അത് ഇതിൽ വരാത്തത് സാറ്റർഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ 1 2 3 4 5 ഒന്നുകൂടി വരാണ്ടല്ലോ. ഇ എ ബി സി ഡി ഇ എഫ് ജി ട്യൂസ്ഡേ, മൺഡേ, ഫ്രൈഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, സാറ്റർഡേ. ഹിന്ദി പഠിപ്പിക്കുന്ന ടീച്ചർ അതിനെക്കുറിച്ച് എ ടീച്ചർ കന്നഡ ഓൺ ട്യൂസ്ഡേ. എ ടീച്ചേഴ്സ് കന്നഡ, ഈ ടീച്ചർ ഇത് എഴുതിയിട്ടില്ല. എ ടീച്ചേഴ്സ് കന്നഡ ഓൺ ട്യൂസ്ഡേ. ജി ടീച്ചേഴ്സ് ഓൺ ദ നെക്സ്റ്റ് ഡേ ഓഫ് ദ ഡേ ഓൺ വിച്ച് ദ കൺസേൺഡ് ടീച്ചർ ടീച്ചേഴ്സ് മലയാളം. ജി എന്ന് പറയുന്നത് മലയാളം പഠിപ്പിക്കുന്ന ടീച്ചർ ഫ്രൈഡേ ആണ്, അപ്പോൾ സാറ്റർഡേ മലയാളം. ഈ ഡസ് നോട്ട് ടീച്ച് ഇംഗ്ലീഷ്. ഈ ഇംഗ്ലീഷ് അല്ല, അപ്പോൾ ഹിന്ദിയാണ്. അപ്പോൾ ഇത് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇവിടെ പിന്നെ 2 എണ്ണം ബാക്കിയുണ്ട്. അതിൽ ഈ ഡസ് നോട്ട് ടീച്ച് ഇംഗ്ലീഷ്. അപ്പോൾ ഇവിടെ 2 ദിവസങ്ങൾ ബാക്കിയുണ്ട്. ട്യൂസ്ഡേ ഉണ്ട്, സാറ്റർഡേ. ഇതിൽ ഒന്ന് സൺഡേ ആൻഡ് മൺഡേ. സൺഡേയും മൺഡേയും തമ്മിലുള്ള അതിൽ ആരാണ് എന്ന് നോക്കണം. ഇവിടെ പറയുന്നത് ഡി ടീച്ചേഴ്സ് തമിഴ് ഓൺ ദ പ്രീവിയസ് ഡേ ഓൺ വിച്ച് ഡേ എഫ് ടീച്ചേഴ്സ്. എ ടീച്ചേഴ്സ് കന്നഡ ഓൺ ട്യൂസ്ഡേ. ബി ടീച്ചേഴ്സ് കൊങ്കിണി ഓൺ ദ നെക്സ്റ്റ് ഡേ ഓഫ് ദി ഡേ ഓൺ വിച്ച് ദ കൺസേൺ ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. അതെ, അത് നമ്മൾ വിട്ടുപോയതാണ്. ബി ടീച്ചേഴ്സ് കൊങ്കിണി ഓൺ ദ നെക്സ്റ്റ് ഡേ ഓഫ് ദ ഡേ ഓൺ വിച്ച് കൺസേൺ ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് സാറ്റർഡേ ആണ്. അപ്പോൾ ഇവിടെ പിറ്റേ ദിവസം സൺഡേ ആണ് ബി കൊങ്കിണി പഠിപ്പിക്കുന്നത്. അപ്പോൾ ഹിന്ദി ഇതിൽ പെടാത്ത മൺഡേ. ഇങ്ങനെയാണ് വരിക, മൺഡേ. അപ്പോൾ ഇതിൽ ഇനി നമുക്ക് ഏതും ആൻസർ ചെയ്യാൻ കഴിയും. വിച്ച് സബ്ജക്റ്റ് ഡസ് ഈ ടീച്ച്. ഈ പഠിപ്പിക്കുന്നത് ഏതാണ് സബ്ജക്റ്റ്? ഹിന്ദിയാണ്. ഈ ടീച്ചേഴ്സ് ഹിന്ദി. അപ്പോൾ 54-ാമത്തതിൻ്റെ ആൻസർ 2 ഹിന്ദിയാണ്. 55 ഓൺ വിച്ച് ഡേ ബി ടീച്ചേഴ്സ്. ഏത് ദിവസമാണ് ബി പഠിപ്പിക്കുന്നത്? സൺഡേ ആണ്. ബി സൺഡേ. 3rd വൺ വിച്ച് ലാംഗ്വേജ് ഡസ് എഫ് ടീച്ച്. എഫ് പഠിപ്പിക്കുന്നത് ഏത് ലാംഗ്വേജാണ്? മണിപ്പൂരിയാണ്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. 57 വിച്ച് ലാംഗ്വേജ് ഡസ് ജി ടീച്ച്. ജി പഠിപ്പിക്കുന്ന ലാംഗ്വേജ് ഏതാണ്? ഇറ്റ് ഈസ് ഇംഗ്ലീഷ്. ജി ടീച്ചേഴ്സ് ഇംഗ്ലീഷ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ്. ആൻഡ് ദ 58th ക്വസ്റ്റ്യൻ ഓൺ വിച്ച് ഡേ ഡി ടീച്ചേഴ്സ്. ഡി ഏത് ദിവസമാണ്? ആഴ്ചയിൽ ഏത് ദിവസം പഠിപ്പിക്കുന്നത്? ഡി ടീച്ചേഴ്സ് ഓൺ വെനസ്ഡേ. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻസും. അപ്പോൾ ഇങ്ങനെ ഒരു പട്ടിക നമ്മൾ വായിച്ചിട്ട് ഇതുപോലെ ഒരു പട്ടിക ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര ചോദ്യങ്ങളുണ്ടെങ്കിലും ഇതിൽ നിന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയും. അപ്പോൾ 58th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി 59. ഇത് ഡയറക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. വൺ മോർണിംഗ് അറ്റ് 8 AM നവനീത് ആൻഡ് റവനീത് were standing on a lawn with their back towards each other at a distance of 100 meters. Navneet's shadow fell exactly towards his left hand side. After 15 minutes, Ravneet turned 135 degrees anti-clockwise. Which direction Ravneet is facing now? ഇത് 4 ദിക്കുകളുണ്ട്, അല്ലെങ്കിൽ 8 ദിക്കുകളുണ്ട്. അത് നമുക്കറിയാം. അത് ഒന്ന് വരച്ച് നോക്കുക. ഇത് നോർത്താണ് സാധാരണയായിട്ട്. അപ്വേർഡ് നോർത്ത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റിൽ സൗത്ത്. നോർത്ത്, സൗത്ത്, ആൻഡ് ദിസ് ഈസ് ഈസ്റ്റ്, ആൻഡ് ദിസ് ഈസ് വെസ്റ്റ്. ഇതിൻ്റെ ഇടയ്ക്ക് 8 ദിക്കുകളുണ്ടല്ലേ, 8 ഡയറക്ഷൻസ് ഉണ്ടെന്നാണ്. അഷ്ടദിക്കുകൾ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ്. അപ്പോൾ ഇത് സൗത്ത് ഈസ്റ്റാണ്, ഇത് നോർത്ത് ഈസ്റ്റാണ്, നോർത്ത് ഈസ്റ്റ്. ഇത് നോർത്ത് വെസ്റ്റാണ്, നോർത്ത് വെസ്റ്റ്. ഇത് സൗത്ത് വെസ്റ്റാണ്. ഇങ്ങനെ 8 ദിക്കുകളാണുള്ളത്. ഇതിൽ പറയുന്നത് വൺ മോർണിംഗ്
അത് രാവിലെയാണ്. 8 AM, രാവിലെ 8 മണിക്ക്. നവനീത് ആൻഡ് റവനീത് വർ സ്റ്റാൻഡിങ് ഓൺ എ ലോൺ. ഒരു പുൽമൈതാനത്ത് അവർ നിൽക്കുകയാണ്. വിത്ത് ദെയർ ബാക്ക് ടുവേഴ്സ് ഈച്ച് അതർ. രണ്ടുപേരും നിൽക്കുന്നത് പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. രണ്ടുപേരുടെയും ബാക്കുകൾ തമ്മിലാണ്, പിൻഭാഗങ്ങൾ തമ്മിലാണ് അഭിമുഖീകരിച്ച് നിൽക്കുന്നത്. രണ്ടുപേരും പുറംതിരിഞ്ഞ് നിൽക്കുന്നു. രാവിലെയാണ് മനസ്സിലാക്കുക പുറംതിരിഞ്ഞ് നിൽക്കുന്നത്. അവർ തമ്മിൽ 100 മീറ്ററിൻ്റെ, ഇപ്പോൾ ഇവിടെ ഒരാൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പുറം തിരിഞ്ഞ് നിൽക്കുക, ഒരാൾ ഇങ്ങനെ നിൽക്കും അല്ലേ. ഇവർ തമ്മിൽ 100 മീറ്റേഴ്സിൻ്റെ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നവനീത് ഷേഡ് ഓഫ് ഫിൽ എക്സാക്ട്ലി ടുവേഴ്സ് ഹിസ് ലെഫ്റ്റ്. അപ്പോൾ മനസ്സിലാക്കുക രാവിലെ ആകുമ്പോൾ സൂര്യനാണ് ഷേഡോ ഉണ്ടാകുക, നിഴലുണ്ടാകുക. രാവിലെ സൂര്യൻ ഈ സൈഡിലായിരിക്കും. അപ്പോൾ ഈസ്റ്റിലേക്ക് നോക്കി നിൽക്കുകയാണ്. നവനീത് ഇങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുകയാണ്, റവനീത് ഇങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുകയാണ്. ഓപ്പോസിറ്റിലാണ്. അത് ഏത് സൈഡാണെന്ന് നമുക്ക് കണ്ടെത്താം. ഏത് ദിക്കിലേക്കാണെന്ന് ചോദ്യം വായിച്ചാൽ മനസ്സിലാവും. നവനീത് ഷേഡോ ഫെൽ എക്സാക്ട്ലി ടുവേഴ്സ് ഹിസ് ലെഫ്റ്റ്. അപ്പോൾ രാവിലെ ഒരാൾ പിന്നെ ഏത് ഭാഗത്ത് നിൽക്കുമ്പോഴാണ് അയാളുടെ ഇടതുഭാഗത്ത് ഷേഡോ വരിക? ഇവിടെയാണല്ലോ സൂര്യൻ, ഈസ്റ്റിലാണ്. രാവിലെ സൂര്യൻ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ് എന്നാണല്ലോ. അപ്പോൾ ഇങ്ങോട്ട് അങ്ങോട്ട് ഏതെങ്കിലും ഒരു ദിക്കിലേക്ക് തിരിഞ്ഞു നിൽക്കുന്ന ഒരാളുടെ ഷേഡോ ഇടതുഭാഗത്ത്, അയാളുടെ ഇടതുഭാഗത്തേക്ക് വരണമെങ്കിൽ നവനീത് നോർത്തിലേക്ക് നിൽക്കണം. അപ്പം നവനീത് നോർത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് ഇയാളുടെ, ഇവിടെയുള്ള സൂര്യനിൽ ഇയാളുടെ ഷേഡോ, ഇയാൾ പിന്നെ ഇങ്ങനെ ലംബമായിട്ട് ഇങ്ങനെയല്ല നിൽക്കുക. അപ്പോൾ ഇയാളുടെ ഷേഡോ അയാളുടെ ലെഫ്റ്റ് സൈഡിൽ വരും. അപ്പോൾ വടക്ക് ഭാഗത്തേക്ക് നോർത്ത് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് രാവിലെ ഒരാളുടെ ഷേഡോ അയാളുടെ ഇടത് ഭാഗത്ത്, അതായത് അയാളുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഷേഡോ വെസ്റ്റിലേക്ക് വരിക. അത് മനസ്സിലാവും. അപ്പോൾ നവനീത് തിരിഞ്ഞ് നിൽക്കുന്നത് നോർത്തിലേക്കാണ് എന്ന് മനസ്സിലാവും. അപ്പോൾ അവൻ്റെ ഫ്രണ്ടായ റവനീത് നേരെ ഓപ്പോസിറ്റിലാണ്, അവർ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ റവനീത് നിൽക്കുന്നത് ഇങ്ങോട്ടാണ് എന്നും മനസ്സിലാക്കുക. അതായത് സൗത്തിലേക്ക് മുഖം തിരിച്ചിട്ടാണ് റവനീത് നിൽക്കുന്നത്. അവൻ്റെ ഷേഡോ സൗത്തിലേക്ക് നിൽക്കുമ്പോൾ അവൻ്റെ ഷേഡോ അവൻ്റെ വലതുഭാഗത്തായിരിക്കും. ഇവൻ്റെ ഇടതുഭാഗമാണിത്, എന്നാൽ റവനീതിൻ്റെ വലതുഭാഗമാണ്. അവൻ്റെ ഷേഡോ വലതുഭാഗത്തായിരിക്കും. എന്നിട്ട് അപ്പോൾ റവനീത് ഈസ് ഫേസിങ് സൗത്ത് വേർഡ്സ്. റവനീത് തെക്ക് ഭാഗത്തേക്കാണ് തിരിഞ്ഞു നിൽക്കുന്നത്, നവനീത് വടക്ക് ഭാഗത്തേക്കും എന്ന് ഈ തന്നിരിക്കുന്ന ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് റവനീത് എന്ത് ചെയ്യുന്നു? റവനീത് ടേൺസ് 135 ഡിഗ്രീസ് ആൻറ്റി ക്ലോക്ക് വൈസ്. നമുക്ക് 2 ഡയറക്ഷൻ ഉണ്ടല്ലോ ഈ സർക്കിളിന്. ഇങ്ങനെ പോകുന്ന ക്ലോക്കിൻ്റെ ഹാൻഡ്സ്, സൂചികൾ കറങ്ങുന്ന ഡയറക്ഷനാണ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതിന് നേരെ തിരിച്ചുള്ള ഡയറക്ഷനാണ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ റവനീത് 135 ഡിഗ്രി, ഇത് 90 ആണ് നമുക്കറിയാം. ദിസ് ഈസ് 90 ഡിഗ്രി. ആൻറ്റി ക്ലോക്ക് വൈസ് പറഞ്ഞാൽ ഈ ഡയറക്ഷനിൽ ഇങ്ങനെ റവനീത് ഇങ്ങോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത്. ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് 90 ഡിഗ്രി ആകുമ്പോൾ റവനീത് ഈസ്റ്റിലേക്കാണ്, കിഴക്ക് ഭാഗത്തേക്കാണ് തിരിഞ്ഞത്. പിന്നെ 90 അല്ല 135 ആണ്. അപ്പോൾ 45 കൂടിയുണ്ട്. 90 + 45 ആണ് 135. അപ്പോൾ 90 തിരിയുമ്പോൾ ഈസ്റ്റിലേക്കാവും. പിന്നെയും ആൻറ്റി ക്ലോക്ക് വൈസിൽ 45 കൂടി തിരിയുമ്പോൾ അപ്പോഴാണ് 135 ആകുക. അപ്പോൾ അവൻ്റെ ഡയറക്ഷൻ ഏതായിരിക്കും? ദിസ് ഈസ് നോർത്ത് ഈസ്റ്റ് ആയി. അപ്പോൾ ഈ റവനീത് ഇങ്ങനെ 135 ആൻറ്റി ക്ലോക്ക് വൈസിൽ തിരിഞ്ഞാൽ ഹി വിൽ ബി ഫേസിങ് ടുവേഴ്സ് നോർത്ത് ഈസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നോർത്ത് ഈസ്റ്റ് എന്നാണ്. അതായത് വടക്ക് കിഴക്ക് ഭാഗത്തേക്ക് ആണ്. ഇങ്ങനെ 135 ഡിഗ്രി തിരിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഫേസ് ചെയ്യുന്നത് വടക്ക് കിഴക്ക് നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് ആയിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ ഓപ്ഷൻ തന്നെയാണ് അതിൽ ശരിയായ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 60th ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ 237-2112. അപ്പോൾ ഇതിൽ സംഖ്യകൾ ഇങ്ങനെ വർദ്ധിക്കുന്നുണ്ടോ? ആദ്യം ചെറിയ വർധനവാണ്, പിന്നെ ഇറ്റ് ഈസ് ഇൻക്രീസിങ്, അവസാനത്തിലേക്ക് ലാർജ് ഇൻക്രീസ് ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു സംഖ്യ ഇങ്ങനെ കൂട്ടുന്നതല്ല, വല്ല മൾട്ടിപ്ലിക്കേഷനാണ് ഇതിൽ നിന്ന് മനസ്സിലാവും. അതൊന്ന് മനസ്സിലാക്കാൻ കഴിയും. കൂട്ടുമ്പോൾ ഒരേ സംഖ്യ തന്നെയുള്ള കൂടുക. അപ്പോൾ വലിയ ഇവിടെ ലാസ്റ്റിൽ 5ാമത്തെ സംഖ്യ ആകുമ്പോഴേക്ക് 2000 വരണമെങ്കിൽ
ഒന്നുകിൽ ഇത് മൾട്ടിപ്ലിക്കേഷൻ തന്നെ വരണം, അല്ലെങ്കിൽ പവർ ആയിരിക്കണം, സ്ക്വയർ. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ 2 ഇൻറ്റു 3യും 3 ഇൻറ്റു 7 തമ്മിൽ കൃത്യമായിട്ട് ഒരു ഫ്രാക്ഷൻ അല്ലേ, അപ്പോൾ അത് വരാൻ സാധ്യത കുറവാണ്. മൾട്ടിപ്ലിക്കേഷനും അതുപോലെ തന്നെ ഒരു അഡിഷൻ ഒരു സബ്ട്രാക്ഷനൊക്കെ ഉള്ളതാണ് വരാൻ സാധ്യത. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ 3 ഈസ് ഈക്വൽ ടു 2 സ്ക്വയർ മൈനസ് 1, 2 സ്ക്വയർ മൈനസ് 1. 7 ഈസ് ഈക്വൽ ടു 3 സ്ക്വയർ മൈനസ് 2. പിന്നെ ഇവിടെ ഇത് കാണുന്നില്ല. പിന്നെ ഇവിടെയുള്ള നമ്പറിൻ്റെ സ്ക്വയറിൽ നിന്ന് അപ്പോൾ ഇവിടെ എന്തായിരിക്കണം, സ്വാഭാവികമായിട്ടും ഇവിടെ നെക്സ്റ്റ് നമ്പർ ഇത് എക്സ് ആണെന്ന് വിചാരിക്കാം. എക്സ് ഷുഡ് ബി 7 സ്ക്വയർ മൈനസ് 3 ആയിരിക്കും. 7 അത് ശരിയാണോ എന്ന് എങ്ങനെയാണ് 7 സ്ക്വയർ മൈനസ് 3 എത്രയാണ്? 49 മൈനസ് 3 ദാറ്റ് ഈസ് 46. അപ്പോൾ അത് ശരിയാണോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ദിസ് 2112 എന്നുള്ളത് 46 സ്ക്വയർ മൈനസ് 4 ആണോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അത് തന്നെയാണ് നമ്പർ. ആണോ? 46 സ്ക്വയർ ഈസ് ഈക്വൽ ടു 45 പ്ലസ് 1 ഹോൾ സ്ക്വയർ അല്ലേ? 45 ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 45ൻ്റെ 5ൽ അവസാനിക്കുന്ന സംഖ്യകളിൽ യൂണിറ്റ് പ്ലേസിൽ 5 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ കാണാൻ 5 ആണെങ്കിൽ 25 ആയിരിക്കും ലാസ്റ്റ് നമ്പർ. പിന്നെ 4 ആണെങ്കിൽ 4 ഇൻറ്റു 5 20 ആയിരിക്കും. പ്ലസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ നമുക്കറിയാലോ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 1 പ്ലസ് 2ab പ്ലസ് 2 ഇൻറ്റു 45 ഇൻറ്റു 1 90. അപ്പോൾ ദിസ് ഈസ് 246 വരും. അപ്പോൾ 246 നിന്ന് 4 പോയാൽ അല്ല 2114 ഇത്ര വരും, 214. അപ്പോൾ ഇവിടെ 212 വരും. അതുതന്നെയാണിത്. അപ്പോൾ ഇവിടെ വരേണ്ടത് അപ്പോൾ 2 സ്ക്വയർ മൈനസ് 1, 3 സ്ക്വയർ മൈനസ് 2, 7 സ്ക്വയർ മൈനസ് 3 ആണ് ഇവിടെ വരിക. അതിൻ്റെ സ്ക്വയറിൽ നിന്ന് 4 കുറച്ചാൽ ഇത് കിട്ടുന്നുണ്ട് അല്ലേ, 46 ആണ്. അപ്പോൾ ഇവിടെ വരേണ്ടത് ദിസ് നമ്പർ ഷുഡ് ബി 7 സ്ക്വയർ മൈനസ് 1 46. അപ്പോൾ എക്സ് ഷുഡ് ബി 46. അപ്പോൾ അതിൻ്റെ തേർഡ് ഓപ്ഷനാണ്. ഇനി വീണ്ടും കോഡിലേക്ക് തിരിച്ചു വരികയാണ്. 61 ക്വസ്റ്റ്യൻ നമ്പർ 61 വളരെ എളുപ്പമുള്ളൊരു കോഡിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സംഖ്യ BH16, BH ഈസ് ഈക്വൽ ടു 16, DO ഈസ് ഈക്വൽ ടു 60, TA ഈസ് ഈക്വൽ ടു 20 ആൻഡ് BAT, വാട്ട് ഈസ് ദ കോഡ് ഫോർ BAT? അപ്പോൾ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു 1ൻ്റെ ABCD എഴുതിയിട്ട് അതിൻ്റെ താഴെ അതിൻ്റെ നമ്പറുകൾ എഴുതിയേക്കണം അല്ലേ. അപ്പോൾ B എന്നുള്ളത് സെക്കൻഡ് നമ്പറാണ്, H എന്നുള്ളത് 8th നമ്പർ. അപ്പോൾ 2 ഇൻറ്റു 8 16. D ഈസ് ദ 4th letter of the English alphabet and O ഈസ് 15th one. 4 into 15 is equal to 60. T is 20th letter and A is the first letter. 20 into 1 is equal to 20. Therefore, BAT should be 2 into 1 into 20 is equal to 40. Very simple coding question. So, the answer is 40. Third option. And the 62. The figure given below is prepared by some sticks and provides an equation that is incorrect. How many minimum number of sticks must be removed from the left hand side to make it a correct equation? അപ്പോൾ നമ്മൾ പറയും തീപ്പെട്ടിക്കൊള്ളികളുണ്ടോ കമ്പുകൾ കൊണ്ടോ ഒക്കെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. 86 + 36 + 98 ഈസ് ഈക്വൽ ടു 100. നമുക്കറിയാം ദിസ് ഈസ് എ റോങ് ഇക്വേഷൻ. ഈ ഇക്വേഷൻ കറക്റ്റാക്കാൻ എന്ത് ചെയ്യണം? ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് സമം എന്ന ആ സൈനിൻ്റെ LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിന്ന് മിനിമം എത്ര കമ്പുകൾ മാറ്റിക്കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ കറക്റ്റാകും. അപ്പോൾ നമുക്കറിയാം ഈ 86, 36, 98 അത് കുറച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ ഈ 8 ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. പ്ലസ് 36 പ്ലസ് 98 ഇങ്ങനെയുള്ള കമ്പുകളാണ്. ഈസ് ഈക്വൽ ടു 100. അത് 100 ആയിരിക്കണം. ആ 100 മാറ്റാൻ പാടില്ല. ആ സമത്തിൻ്റെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഹൗ മെനി മിനിമം നമ്പർ ഓഫ് സ്റ്റിക്സ് മസ്റ്റ് ബി റിമൂവ്ഡ് ഫ്രം ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. LHS നിന്ന് മാത്രമേ
കമ്പുകൾ മാറ്റാൻ പറ്റുള്ളൂ. റൈറ്റ് ഹാൻഡ് സൈഡിൽ 100 സമം എന്നുള്ളതും മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ വരുന്നത് കുറച്ച് ആലോചിച്ചാൽ മനസ്സിലാകും. ഇത് കുറച്ചൊന്ന് ചിന്തിക്കേണ്ടതാണ്. ഇത് മാറ്റുക, ഇതും മാറ്റുക. 26 ആയി. അപ്പോൾ 2 എണ്ണം മാറ്റി, 2 കമ്പുകൾ റിമൂവ് ടു 6. അപ്പോൾ 26 + 36 എത്രയാണ്? 26 = 62. 62 + 38 = 100 ആണ്. 62 + 38. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 62 ആണ്. ഇനി ഇതിനെ 38 ആക്കണമെങ്കിൽ ഒരു പ്രയാസമില്ല, ഇവിടെ ഈ കമ്പ് മാറ്റിയാൽ മതി അല്ലേ? അപ്പോൾ 38 ആയി. അപ്പോൾ ഒരു കമ്പ് കൂടി മാറ്റി. അപ്പോൾ ഇവിടെയുള്ള കമ്പും ഈ കമ്പും മാറ്റി കഴിഞ്ഞാൽ ഇഫ് വി റിമൂവ് ദീസ് 3 sticks then the equation will be correct equation ആയിട്ട് മാറും. അപ്പോൾ അത് കുറച്ചൊന്ന് ഇത്തരം എക്സ്പീരിയൻസ് കൂടിയും നമ്മളൊന്ന് ആലോചിച്ചിട്ടൊക്കെ എടുക്കാവുന്നതാണ്. ഇനി വേറെ ആൻസർ ചിലപ്പോൾ ഉണ്ടായേക്കാം ഇതിന്, വേറെ 3 എണ്ണം തന്നെ മാറ്റിയിട്ട്. പക്ഷേ 3-ൽ കുറഞ്ഞ് 2 എണ്ണം മാറ്റിയിട്ടുള്ള ആൻസർ കിട്ടാൻ പ്രയാസമാണ്. അതുകൊണ്ട് ദ ആൻസർ ഈസ് 3, അതായത് തേർഡ് ഓപ്ഷൻ തന്നെയാണ്. 26 + 36 + 38 = 100 എന്നുള്ള ഇക്വേഷനിലാണ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, 63rd ക്വസ്റ്റ്യൻ. ഇതും ഒരു തരം കോഡിംഗ് ആണ്. 63578 ഈസ് കോഡഡ് ടു 1415. 56732 is coded to 185. Then what is the code for and another code is 34124 is coded to 86. Then what is the code for 72648? ഇവിടെയുള്ള കോഡ് എന്താണെന്ന് മനസ്സിലാക്കാം. അത് കുറേ സമയം ആലോചിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാണ്. ഇവിടെയൊക്കെ 3 നമ്പറുകൾ 4 നമ്പറുകളുണ്ട്. ഇവിടെ ഉള്ളതെല്ലാം 6 ഡിജിറ്റ് നമ്പേഴ്സാണ്. പക്ഷേ അതിൻ്റെ കോഡ് വരുന്നത് 4 ഡിജിറ്റ് നമ്പറുണ്ട്, 3 ഡിജിറ്റ് നമ്പറുണ്ട്, 2 ഡിജിറ്റ് നമ്പറുണ്ട്. അപ്പോൾ പിന്നെ അതിലെ അക്കങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടുത്തെ റിലേഷൻ നമുക്ക് കിട്ടുന്നത് ഇത് കൂട്ടുക, 6 + 3 + 5. ഇത് വേറെ എടുക്കുക, 7 + 8. 6 + 3 + 5 = 14. അതോ ഇത് അതാ ഫസ്റ്റ് 3 നമ്പേഴ്സിൻ്റെ ഫസ്റ്റ് 3 ഡിജിറ്റിൻ്റെ സം അതിൻ്റെ കോഡിൻ്റെ ഫസ്റ്റ് ലെറ്ററായി മാറും. അതിൽ 2 ഡിജിറ്റ് ആണെങ്കിൽ 2 ഡിജിറ്റ്. പിന്നെ ലാസ്റ്റ് 2 നമ്പേഴ്സ് 7 + 8 15 ആണ്, ഇത് 14 ആണ്. അങ്ങനെയാണ് ഈ 15 വരുന്നത്. അപ്പോൾ ഫസ്റ്റ് 3 ഡിജിറ്റ് കൂട്ടുക, അത് ഇവിടെ എഴുതുക. ലാസ്റ്റ് 2 ഡിജിറ്റിൻ്റെ സമ്മ് പിന്നെ എഴുതുക. അതാണ് അതിൻ്റെ കോഡിങ്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ 5 + 6 + 7 is equal to 18. 3 + 2 is equal to 5. അതുപോലെ 3 + 4 + 1 is equal to 8. And 2 + 4 8 ആണ്, ഇത് 6 ആണ്, 86 വന്നു. അപ്പോൾ ഇവിടെ എന്തായിരിക്കണം? ഇത് 7 + 2 + 6. 7 + 2 + 6 is equal to 15. And 4 + 8 is equal to 12. അപ്പോൾ this should be 15, 12. ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. അത് ഓപ്ഷനിൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ തേർഡ് ഓപ്ഷൻ, 15, 12 എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ. ഇനി 64th ക്വസ്റ്റ്യൻ. അത് വളരെ ഒരു കണ്ണിങ് ആയിട്ടുള്ള മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടത് ഒരു വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണത്, ശ്രദ്ധിക്കുക. അതിൽ ഒരു 2 friends Mr. A and Mr. B stand according to figure 1. The 2 friends then interchange their positions as given in figure. അപ്പോൾ ഇത് ഒരു വാളുണ്ട്, വാൾ ഇതാണ് വാൾ. നമ്മൾ W എന്ന് കൊടുക്കും, വാൾ. ഇവിടെ അതിൻ്റെ താഴെ A നിൽക്കുന്നു, A is standing. ഇതാണ് അത് തറ എന്ന് വിചാരിക്കും. ഇങ്ങനെയല്ല, വാൾ ഇത്ര ഉണ്ട്. വാളാണ് ഇവിടെ A.
ഇത് ഹൈറ്റ്, എയുടെ ഹൈറ്റ് എത്രയാണ്. പിന്നെ ഇവിടെ ബി, ഇത് ബി ആണ്, ബിക്ക് ഇത്ര ഹൈറ്റ് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഈ ഹൈറ്റ്, ദിസ് ഹൈറ്റ് ഈസ് 110 ആൻഡ് അതേ പൊസിഷൻ തന്നെ വേറെ രൂപത്തിൽ വരച്ചപ്പോൾ ഇവിടെ ബി തന്നെ നിൽക്കുന്നുണ്ട്. ബി ഇവിടെ ബി ആണ് നിൽക്കുന്നത്, എ അല്ല. ഇവിടെ ബി നിൽക്കുകയാണ്, ഇവിടെ എ നിൽക്കുകയാണ്. അപ്പോൾ ഈ പൊസിഷൻ, ഈ ഹൈറ്റ്, ദിസ് ഹൈറ്റ് ഈസ് 130 സെൻറ്റിമീറ്റർ. അപ്പോൾ എ താഴെ നിൽക്കുക, ബി മേലെ നിൽക്കുമ്പോൾ എയുടെ മുകളിൽ നിന്ന് ബിയുടെ മുകളിൽ വരെയുള്ള ഹൈറ്റ് 110 ആണ്. ഇനി ബി താഴെ നിന്ന് എ മുകളിൽ നിൽക്കുമ്പോൾ അതേ സ്ഥാനത്ത് 130 വരുന്നു. എങ്കിൽ ഈ വാളിൻ്റെ ഹൈറ്റ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് മാത്തമാറ്റിക്കൽ ഇക്വേഷനിലൂടെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഇത് വാളിൻ്റെ ഹൈറ്റ് W ആണെന്ന് വിചാരിക്കുക. വാളിൻ്റെ ഹൈറ്റ് W ആണെന്ന് വിചാരിക്കുക. എയുടെ ഹൈറ്റ് എ, ബിയുടെ ഹൈറ്റ് ബി എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ പ്രകാരം ഈ 110 എന്ന് പറയുന്നത് വാളിൻ്റെ ഹൈറ്റിൽ നിന്ന് ഇത്രയും ഹൈറ്റ്, എയുടെ ഹൈറ്റ് കുറയുന്നുണ്ട്, W മൈനസ് എ ഇത്രേ. പിന്നെ അതിലേക്ക് പക്ഷേ ബിയുടെ ഹൈറ്റ് കൂടുന്നുണ്ട്, പ്ലസ് ബി ഈസ് ഈക്വൽ ടു, അതാണ് 110. ചിത്രത്തിൽ മനസ്സിലാക്കാൻ വഴി വാളിൻ്റെ ഹൈറ്റ് പറഞ്ഞാൽ ഇത്രയാണ്. ആ വാളിൻ്റെ ഹൈറ്റിൽ നിന്ന് നമുക്ക് ഇവിടെ എയുടെ ഹൈറ്റ് കുറഞ്ഞു, ഇവിടെ നിന്നുള്ള ഹൈറ്റ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് എ ആണ്, അതിന് എ കുറച്ചു. വാളിൻ്റെ ഹൈറ്റിൽ നിന്ന് എ കുറച്ചു, പക്ഷേ ഇവിടെ ബിയുടെ ഹൈറ്റ് കൂടുകയും ചെയ്തു. അപ്പോൾ W മൈനസ് എ പ്ലസ് ബി ആണ് 110. അതുപോലെ ഇവിടെ എടുക്കുമ്പോൾ W ആണ്, വാളിൻ്റെ ഹൈറ്റ് W തന്നെ, അതിന് ബി കുറച്ചു, ഇവിടെ ബി ആണ്. സെക്കൻഡ് ഫിഗറിൽ നിന്ന് ബി കുറച്ചു, മൈനസ് ബി പ്ലസ് അതിൽ എ കൂട്ടി, എയുടെ ഹൈറ്റ് കൂട്ടി, പ്ലസ് ബി ഈസ് ഈക്വൽ ടു 130. ഈ രണ്ട് ഇക്വേഷൻസും രൂപീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ രണ്ട് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇത് തമ്മിൽ, ഇത് എയും ബിയും കിട്ടണമെങ്കിൽ ഇത് തമ്മിൽ ആഡ് ചെയ്താണ്. ആഡ് ദീസ് ടു ഇക്വേഷൻസ്. നമ്മൾ പിന്നെ എക്സും വൈ ഉപയോഗിച്ചിട്ട് സിമിൾട്ടേനിയസ് ഇക്വേഷൻസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടല്ലോ, 9ാം ക്ലാസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും തോന്നുന്നു. എക്സും വൈ ഉള്ള ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നു. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ W പ്ലസ് W ഈസ് ഈക്വൽ ടു 2W മൈനസ് എ, W മൈനസ് ബി പ്ലസ് എ ആണ്, ഇവിടെ എ ആണ്, തെറ്റിപ്പോയി, സോറി. ഇങ്ങനെ W ഈ ബി കുറച്ചു, എ കൂട്ടി, പ്ലസ് എ ആണ്, അതാണ് വരുന്നത്. അപ്പം മൈനസ് എ പ്ലസ് ബി, ഇവിടെ മൈനസ് ബി പ്ലസ് എ ആണ്. W പ്ലസ് W ഈസ് ഈക്വൽ 2W മൈനസ് എ പ്ലസ് എ, ദാറ്റ് വിൽ ക്യാൻസൽ ഈച്ച് അതർ. മൈനസ് എ പ്ലസ് എ 0 ആണ്, പ്ലസ് 0. സിമിലർലി പ്ലസ് ബി മൈനസ് ബി ആഡ് ചെയ്താലും 0 ആണ്, ഈക്വൽ ടു. അപ്പോൾ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 2W വരും, പക്ഷേ എയും ബിയും ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ. അവ പരസ്പരം സങ്കലന വിപരീതങ്ങളാണ്. എയുടെ ഇവിടെ മൈനസ് എ ആണെങ്കിൽ ഇവിടെ എ ആണ്, ഇവിടെ മൈനസ് ബി ആണെങ്കിൽ ഇവിടെ പ്ലസ് ബി. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ രണ്ടും 0 ആയി പോകും. 110 പ്ലസ് 130 ഈസ് ഈക്വൽ ടു 240. Therefore 2W ഈസ് ഈക്വൽ ടു 240. W ഈസ് ഈക്വൽ ടു 240 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 120 മീറ്റേഴ്സ്, അല്ലെങ്കിൽ സെൻറ്റിമീറ്റേഴ്സ്. മീറ്ററോ സെൻറ്റിമീറ്റർ എന്താ അവിടെ തന്നിരിക്കുന്നത്, സെൻറ്റിമീറ്ററാണ്. 120. അപ്പോൾ ഈ വാളിൻ്റെ ഹൈറ്റ് 120 സെൻറ്റിമീറ്ററാണ് എന്ന് കണ്ടെത്താൻ കഴിയും. അത് സെക്കൻഡ് ഓപ്ഷനാണ്. പക്ഷേ ഇതിൽ നിന്ന് കണ്ടെത്താൻ കഴിയാത്ത ഒന്ന്, എയുടെ ഹൈറ്റ് എത്ര, ബിയുടെ ഹൈറ്റ് എത്ര എന്ന് ചോദിച്ചാൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ നമുക്ക് വാളിൻ്റെ ഹൈറ്റ് കണ്ടെത്താൻ കഴിയും. പക്ഷേ എയും ബിയും തമ്മിലുള്ള റിലേഷൻ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 65. അറുപത്തഞ്ചാമത്തെ ചോദ്യം. ഇൻ എ certain coding scheme, consonants and vowels are coded differently as illustrated below. നേരത്തെ പറഞ്ഞ കോഡിങ് വീണ്ടും വരികയാണ്. C is coded to 6 and Z is coded to 52. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ആ ബന്ധം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. E is coded to 9
ആൻഡ് O ഈസ് കോഡഡ് ടു 29. അപ്പോൾ ഇവിടെ കൺസണൻസും വൊവൽസും സെപ്പറേറ്റ് രീതിയിലാണ് കോഡ് ചെയ്തിരിക്കുന്നത്. കൺസണൻസ് നമുക്കറിയാം AEOUY എന്ന് പറയുന്ന 5 വൊവൽസ് ഉണ്ട്. ബാക്കിയുള്ളതൊക്കെ കൺസണൻസ് ആണ്. അപ്പോൾ 21 AEIOU എന്നുള്ളതാണ്. AEIOU എന്നുള്ള ഈ 5 വൊവൽസ് കഴിഞ്ഞാൽ ബാക്കി 21 കൺസണൻസ് ആണുള്ളത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്നു certain coding scheme consonants and vowels are coded. അപ്പോൾ consonants are coded in a way and the vowels are coded in a different way. അപ്പോൾ C is a consonant, it is 6. C is the third letter, it is coded to 6, therefore 3 into 2. Z is also a consonant, it is the 26th number. Z 26ാമത്തെ നമ്പറാണ്. അപ്പോൾ അതിൻ്റെ കോഡ് 26 into 2 52 ആണ്. എന്നാൽ ഈ വവ്വലാണ്, ഈസ് എ വവ്വൽ. സോ ദെർഫോർ ഈസ് ദ 5th നമ്പർ. 5 into 2 is 10, ബട്ട് കോഡ് ഈസ് 9. അപ്പോൾ 10 minus 1 ആണ്. അപ്പോൾ into 2 minus 1 ആണ്. ഈ എത്രാമത്തെ നമ്പറാണോ അതിനെ 2 കൊണ്ട് ഗുണിച്ചിട്ട് 1 കുറച്ചതാണ് അതിൻ്റെ കോഡ്. അത് വവ്വൽസിൻ്റെ കോഡിങ് എന്ന് പറയുന്നത് അതിൻ്റെ പൊസിഷൻ into 2 minus 1 ആണ്. കൺസണൻ്റെ കോഡിങ് എന്ന് പറയുന്നത് അതിൻ്റെ സ്ഥാനം, അതിൻ്റെ പൊസിഷൻ into 2 ആണ്. ഇപ്പോൾ H ആണെങ്കിൽ H ഈസ് ദ 8th ലെറ്റർ, Hൻ്റെ കോഡിങ് into 2, അപ്പോൾ 16 ആയിരിക്കും അല്ലേ. എന്നാൽ O ആണെങ്കിൽ O എന്നുള്ളത് 15th ലെറ്റർ ആണ്, അതൊരു വവ്വലാണ്. അപ്പോൾ into 2 15 into 2 minus 1 ആണ്. ഇവിടെ 9 ഈസ് 4 into 2 minus 1 ആണ്. അപ്പോൾ വവ്വൽസ് ആകുമ്പോൾ into 2 minus 1 ആണ് അതിൻ്റെ കോഡിങ്. പിന്നെ കൺസണൻ്റ് ആണെങ്കിൽ into 2 തന്നെയാണ് അതിൻ്റെ കോഡിങ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി വെരി ഈസി. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ദെൻ ഫൈൻഡ് ദ സം ഓഫ് ദ ന്യൂമറൽസ് ഇൻ ദ കോഡഡ് വേർഷൻ ഓഫ് ഫെയ്ത്ത്. ഫെയ്ത്ത് എന്ന വാക്കിലെ അക്ഷരങ്ങളുടെ കോഡുകളുടെ തുക എന്ത് എന്നാണ്. അപ്പോൾ F ഈസ് എ കൺസണൻറ്റ്. F ഈസ് ദ 6th letter, therefore its code is 6 into 2 12 പ്ലസ് അതിൻ്റെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത്. A ഈസ് എ വവൽ. A into 2, A is the first letter, so 1 into 2 minus 1, അപ്പോൾ 1 തന്നെ 1. അപ്പോൾ എയുടെ കോഡ് 1 ആണ്. I is also a vowel. I is the 9th letter, therefore 9 into 2 minus 1 ആണ് അതിൻ്റെ കോഡ്, that is 17. So I is coded to 17. T is a consonant, T is the 20th letter and its code is 20 into 2, that is 40 plus 40. H is also a consonant, it is the 8th letter, so its code is 8 into 2. H 8ാമത്തെ അക്ഷരമാണ്, അതിൻ്റെ കോഡ് 16 ആണ്. 8 into 16. അപ്പോൾ ഇതിൻ്റെ സമ്മായിരിക്കും ആൻസർ വരിക. ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചല്ലോ. ഫൈൻഡ് ദ സം ഓഫ് ദ ന്യൂമറൽസ്. ഈ ന്യൂമറൽസ് കാണണം ഇൻ ദ കോഡഡ് വേർഷൻ ഓഫ് ഫെയ്ത്ത്. ഫെയ്ത്തിൻ്റെ കോഡഡ് വേർഷനിലുള്ള ന്യൂമറൽസിൻ്റെ ഇതിനാണ് ന്യൂമറൽസ് എന്ന് പറയുക. ഈ 12 1 17 അതിൻ്റെ സം എന്താണ്? 12 plus 1 is equal to 13 plus 70 is equal to 30. 30 plus 40 is equal to 70. 70 plus 16 is equal to 86. അപ്പോൾ 86 എന്നുള്ള ഈ തേർഡ് ഓപ്ഷനാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു കോഡിംഗ് സിസ്റ്റം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 66th ക്വസ്റ്റ്യൻ.